നമസ്കാരം. ഒരു ഷോർട്സ് വീഡിയോ ആണ് സത്യത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ആ വീഡിയോയിൽ പറയുന്ന ഇതാണ്: പരിശുദ്ധ ഖുർആനിൽ എഴുതിയിട്ടുണ്ട്, ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്ന്. പലസ്തീനിലെ ആ കുരുന്നുകൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ജനതയെ നശിപ്പിക്കാൻ വേണ്ടി പണം കൊടുത്തത് കൊണ്ട്, ആ പണം കൊടുത്ത് അവരെ കുരുതി കൊടുത്തത് കൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഇന്ന് കാലിഫോർണിയയിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് മുഴുവൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 800 ബില്യൺ ഓളം നഷ്ടം വരുന്ന വലിയ ഒരു കാട്ടുതീ, ഒരുപക്ഷെ കാലിഫോർണിയയെ തന്നെ വിഴുങ്ങുന്ന രീതിയിലുള്ള വലിയൊരു കാട്ടുതീ ദൈവം കൊണ്ടുവന്ന് കൊടുത്തത് അതിനുള്ള ശിക്ഷയാണ് എന്ന്. എനിക്ക് സത്യത്തിൽ ഈ വാദഗതി കേട്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. ആ പറയുന്നതിലെ വിവരക്കേട് കൊണ്ട് ഇതിനെ ദൈവം കൊടുത്ത ശിക്ഷയാക്കി അവതരിപ്പിക്കുമ്പോൾ ദൈവം എത്ര ക്രൂരനാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയത് ഏതെങ്കിലും മതത്തിന്റെ മേലെയുള്ള കുതിരകയറ്റമാണോ? അങ്ങനെയാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. പലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഒരറ്റത്ത് ഖുർആനെ എടുത്തു വെക്കും. സത്യത്തിൽ പലസ്തീനികൾ അങ്ങനെ കരുതുന്നില്ല എന്നതാണ് വാസ്തവം. അവിടെ കുറച്ച് കൂടുതൽ ആൾക്കാർ മുസ്ലിങ്ങളുണ്ട്, അതുപോലെ തന്നെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. അവിടെയുള്ള ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള മുസൽമാന്റെ നെഞ്ചത്തേക്കല്ല ബോംബ് കൊണ്ടുവന്നിരുന്നത്. ജൂതന്മാരുടെ വീടുകളും ക്രിസ്ത്യാനികളുടെ വീടുകളും അടക്കമാണ് ഈ ബോംബ് ചെന്ന് വീഴുന്നത്. അപ്പോൾ അത് മതപരമല്ല, ഒരു പ്രദേശത്തെ കൂട്ടക്കുരുതി നടത്തുന്നതാണ്. അതിനെ ദൈവവുമായി ഏച്ചുകെട്ടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങ് കേരളത്തിൽ, നമ്മുടെ ഈ 100-700 കിലോമീറ്റർ മാത്രം നീളമുള്ള ഈ കേരളത്തിൽ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റുമോ? കാര്യം മുസ്ലിങ്ങളും കുറച്ച് ക്രിസ്ത്യാനികളും ഇവിടെ ഉണ്ട്. അവർ ന്യൂനപക്ഷമാണ് എന്നതുകൊണ്ട് അവരതിൽ കക്ഷികളല്ലാതായി തീരുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ കുറിച്ച് നമ്മൾ വീരകഥകൾ പറയുന്നുണ്ട്. ആ വീരകഥകളിൽ ഏതെങ്കിലും ഒരു മതം മാത്രമാണോ, ഒരു മതവിഭാഗം മാത്രമാണോ ഉള്ളത്? അല്ല. ആ സമയത്ത് ഉണ്ടായിരുന്ന മതങ്ങൾ എന്തൊക്കെയാണോ അതിലുള്ള മുഴുവൻ ആൾക്കാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതുപോലെയാണ് ഇതിലെ. ഇവിടെ ഇസ്രായേലിന്റെ അധിനിവേശവുമായി ബന്ധപ്പെട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇസ്രായേൽ ജനത ഓടാൻ തുടങ്ങിയ കാലം നമുക്കറിയാം. ഒരു കാലത്ത് ഏറ്റവും അധികം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട, ഇന്ന് നമ്മൾ കാണുന്ന, ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും ക്രൂരത അനുഭവിച്ച ഒരു ജനത. ഒരു ചെറിയൊരു ഉദാഹരണം മാത്രം മതി ആ തീവ്രത മനസ്സിലാക്കാൻ. ഇന്ന് പലസ്തീനികളാണ് അത് ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. അവർ അനുഭവിച്ചിട്ടുള്ള തീവ്രത അത്രത്തോളമുണ്ട്. അതിനൊരു ആശ്രയമായി അവർ കാണുന്ന ഭാഗത്ത് തന്നെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്കതിനെ കാണാൻ കഴിയുന്നുള്ളൂ. ഒരുപക്ഷെ എന്റെ വീഡിയോ കാണുന്ന പലർക്കും അതിൽ എതിർപ്പുണ്ടാകാം. ഒരു ട്രെയിൻ നിറയെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ട്രെയിനിൽ കയറ്റി അവരുടെ ഒരു പുതിയ ആവാസ സ്ഥലം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കൊണ്ടുപോയി ഒന്ന് കുളിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗ്യാസ് ചേമ്പറിലേക്ക് കയറ്റുന്നു. നോക്കുമ്പോൾ മുകളിൽ വാട്ടർ ടാപ്പുകളുണ്ട്, ഷവറുകളുണ്ട്. അപ്പോൾ ഷവറിൽ നിന്ന് വെള്ളം വരുന്നത് കാത്തിരിക്കുന്ന ആ പാവം സാധു ജനങ്ങളെ മുഴുവൻ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന് കത്തിച്ചു കളഞ്ഞ ഒരു സമൂഹമുണ്ട്. മുഴുവൻ ജൂതന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കത്തിച്ച് കൊന്നു കളഞ്ഞ, അല്ലെങ്കിൽ പുക ശ്വസിപ്പിച്ച് അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു കളഞ്ഞ ഒരു ചരിത്രമുണ്ട്. അന്ന് അവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ജീവനും കൊണ്ട് ഓടി. അതിൽ കുറച്ചുപേര് നമ്മുടെ കൊച്ചിയിലും എത്തിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ കൊച്ചിനികൾ എന്ന് ഇസ്രായേലിൽ വിളിക്കുന്നത്. ഇവിടെ നിന്ന് തിരികെ പോയവർ. അവർ ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടി ആർക്കും വേണ്ടാതിരുന്ന ആ പ്രദേശത്തെ വിലകെടുത്ത് വാങ്ങി അവിടെ താമസിച്ച് വന്നപ്പോൾ സ്വാഭാവികമായും അവർ അവരുടെ ഒരു സാമ്രാജ്യം അവരെ കെട്ടിപ്പടുത്തു. അവർ വില കൊടുത്ത് വാങ്ങിയ സ്ഥലം സ്വാഭാവികമായും അവരുടെ അധ്വാനത്തിന്റെ ഫലമായി അവിടെ വളർന്നു വരുന്നു. പിൽക്കാലത്ത് അത് ഒരു അധിനിവേശ പ്രദേശമായി ബാക്കിയുള്ളവർക്ക് തോന്നുന്നു. പിന്നെ അടി തുടങ്ങുന്നു. അങ്ങനെ നിലനിൽപ്പിന്റെ വിഷയം അധികം വൈകാതെ അധിനിവേശത്തിന്റെ ഒരു വിഷയമാക്കി മാറ്റുന്നു. ഇപ്പോഴും അത് തുടരുന്നു. അത് തന്നെയല്ലേ അവിടെ നടക്കുന്നത്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തെ ഒരറ്റത്ത് നിന്ന് ഇസ്രായേൽ വിഴുങ്ങുമ്പോൾ അതിന് കാരണം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പല സമാധാന ചർച്ചകളും ഉണ്ടായി, രണ്ട് രാജ്യങ്ങളായി നിലനിൽക്കുന്ന കാര്യങ്ങളുണ്ടായി, പലതും ഉണ്ടായി. പക്ഷെ അവിടെയൊക്കെ ചില കച്ചവട താല്പര്യങ്ങൾ, അതും രാജ്യ നേതാക്കന്മാരുടെ കച്ചവട താല്പര്യങ്ങൾ പലസ്തീനും ഇസ്രായേലും എപ്പോഴും അടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ചിലർക്കൊക്കെ അവരുടെ ആയുധങ്ങൾ വിൽക്കാൻ പറ്റൂ. ആ നിലയിൽ വഷളാക്കി ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്നിപ്പോ ഹമാസിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിലോ അവിടെ പലസ്തീനികളായിട്ടുള്ള ഒരു വിഭാഗം ചത്തൊടുങ്ങുന്ന ഒരു ജന്മമായി നിൽക്കുന്നു, അല്ലെങ്കിൽ കൊന്നെടുക്കപ്പെടേണ്ടെന്ന് വരുന്ന ഒരു ജനതയെ അവശേഷിപ്പിക്കുന്നു. ഇത് കൊണ്ടെത്തിച്ചതല്ലേ, ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്നല്ല. ഇത്രത്തോളം ക്രൂരത അനുഭവിച്ച ഒരു വിഭാഗത്തിൽ നിന്ന് ഇത്രയും ക്രൂരന്മാരായ ഒരു വിഭാഗമായി അവർ മാറിയത് എങ്ങനെയാണ്? ആ കഥകൾ എന്താണ് ആരും പറയാത്തത്? അപ്പോൾ അതിനെയൊക്കെ ഖുർആനിലേക്ക് വെച്ച് കെട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നടക്കുന്നത് പ്രകൃതിയുടെ വിളയാട്ടമാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കിയിട്ടുള്ള സിസ്റ്റത്തെ മനുഷ്യൻ നശിപ്പിക്കുമെങ്കിൽ ആ നശിപ്പിച്ചതിനെ നശിപ്പിക്കാൻ പ്രകൃതി മുന്നോട്ടിറങ്ങും. അതിനെ മനുഷ്യനുണ്ടാക്കി വെക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചോ ബോംബിങ്ങിനെ കുറിച്ചോ അതുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് വ്യത്യാസമാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ദൈവം ഒന്നുമല്ലാതായി തീർന്നു പോകും. ഇവിടെ പലസ്തീനിൽ ബോംബ് വീണപ്പോൾ
അൽ ജസീറയുടെ ഒരു മാധ്യമപ്രവർത്തകയോട് ഞാൻ എൻ്റെ ദൈവത്തിനോട് ഞാൻ ചെന്ന് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ ഒരു ബാലികയുടെ ഒരു കോട്ട് സത്യത്തിൽ ഇപ്പോൾ വളരെ വൈറലായി പ്രചരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം ചോരയുടെ പേര് മാത്രം ഇവിടെ ഓർക്കപ്പെടുന്നത്? ഖുർആൻ വചനങ്ങൾ മാത്രം ഇവിടെ പറയുന്നത്? എന്താ ബൈബിൾ പറയാത്തത്? എന്താണ് തോറ പറയാത്തത്? അതിന്റെ ആൾക്കാരും ഇതിന്റെ ശിക്ഷ വാങ്ങുന്നുണ്ടല്ലോ. അവിടെ ഇസ്രായേലിന്റെ ഓരോ ബോംബിങ്ങിലും പലസ്തീനികളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെ ജൂതന്മാരും അതുപോലെ ക്രിസ്ത്യാനികൾക്കും ഇതേ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അവരുടെ കുരുന്നുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പരിക്കുണ്ടാകുന്നുണ്ട്, അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട്. എന്തേ അതിനെക്കുറിച്ച് പറയാത്തത്? അതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. ഗസയിൽ സംഭവിക്കുന്നത് മതപരമായിട്ടുള്ള ഒരു സംഭവം അല്ല, അതൊരു അധിനിവേശത്തിന്റെ ഇന്നത്തെ ഒരു കഥയാണ്. അവിടെ അത് പരിഹരിക്കാൻ ആർക്കും താല്പര്യമില്ല എന്നതാണ് എന്റെ വസ്തുത. എളുപ്പം തീർക്കാവുന്നതേ ഉള്ളൂ. അതിനൊക്കെ ചിലരുടെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ചിലരുടെയൊക്കെ പിടിവാശിയുണ്ട്. ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ. ഇങ്ങനെ ഓടിക്കപ്പെട്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഓടിക്കപ്പെട്ട ജൂത ജനത ലോകത്തിന്റെ എല്ലാ ഭാഗവും പോയി അവസാനം ഒരു ആശ്രയം എന്നോണം ഇസ്രായേലിൽ തമ്പടിച്ചു കിടക്കുന്നു. എന്തേ അവരെല്ലാവരും ആത്മഹത്യ ചെയ്യണം? അവരെല്ലാവരും മൊത്തത്തിൽ ആത്മഹത്യ ചെയ്തതിനു ശേഷം ആ പ്രദേശം മുഴുവൻ പലസ്തീനാക്കി കൊടുക്കണം? അതാണോ വേണ്ടത്? എന്തേ അതിനാരും മറുപടി പറയാത്തത്? അവരും മനുഷ്യരാണല്ലോ. അപ്പോൾ ഓരോ വിഭാഗത്തിൽ അവരവരുടെ രാജ്യം അവരവർക്ക് വലുതാണ്. അവരുടെ രാജ്യത്തിന്റെ സുരക്ഷ നോക്കാൻ അവരെ കയറി അടിക്കും. ഹമാസ് കയറി അടിച്ചില്ലേ? ഹമാസിനെ സംബന്ധിച്ചിടത്തോളം മതിൽ പൊളിച്ചിട്ട് കയറിയ വലിയൊരു അക്രമമാണല്ലോ ഈ യുദ്ധത്തിന്റെ തുടക്കം തന്നെ. എന്തിനാണ് അവർ ചെയ്തത്? അപ്പോൾ ഓരോ രാജ്യം അത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, പാകിസ്ഥാനിലുള്ള സാധുക്കളാണ്, അവിടെ മനുഷ്യരാണ്, അവിടെ ജീവനുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യൻ പട്ടാളം മുഴുവൻ തോക്കും ചുരുട്ടി സ്വന്തം നെഞ്ചത്തേക്ക് വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കും? വരുന്നവന്റെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കും. അവന്റെ വീട്ടിൽ കുട്ടികളുണ്ടോ കൂടാരമുണ്ടോ എന്ന് ആരും നോക്കാറൊന്നുമില്ല. അത് ചെയ്യും. അതാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം. ഇവിടെ സത്യത്തിൽ ദൈവശിക്ഷയാണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ എന്തേ വൈറ്റ് ഹൗസിന്റെ മുകളിൽ വീണില്ല? അതല്ലെങ്കിൽ ഇവിടെ ഇസ്രായേലിൽ നെതന്യാഹുവിന്റെ വീട്ടിന്റെ മുന്നിൽ എന്താ വീഴാത്തത്, കത്താത്തത്? അവിടെ എന്താ നശിക്കാത്തത്? അപ്പൊ ദൈവം കുറെ നിരപരാധികളെ അല്ലെങ്കിൽ ജെയിംസ് വുഡ്സ് പോലുള്ള ചില ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ടാണോ ഈ ശിക്ഷ മുഴുവൻ നടപ്പിലാക്കുന്നത്? അല്ലല്ലോ. അവിടെയുള്ള ഇതൊന്നും ആഗ്രഹിക്കാത്ത സാധാരണക്കാരായ കുറെ ആൾക്കാരുണ്ട്. അതിൽ ചെറു പണം കൂടുതലുണ്ടാവാം, കുറവുണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെയും കൂടി ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വത്തും മുതലും നഷ്ടപ്പെടുന്നുണ്ട്. അവരെല്ലാവരും മുസ്ലിങ്ങൾക്ക് എതിരെയാണോ? ആന്റി മുസ്ലിംസ് ആണോ? മുസ്ലിങ്ങൾ മുഴുവൻ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? അതോ പലസ്തീനികൾ മുഴുവൻ ചത്തൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ ദൈവമാണ് ഇത്തരത്തിലൊരു പലസ്തീനികളെ ആക്രമിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നുണ്ട്, ഗാസയെ മണ്ണോട് മണ്ണ് ചേർക്കുന്നത് കൊണ്ട് അതിനെ സഹായിക്കുന്ന ഈ അമേരിക്കയെ അല്ലെങ്കിൽ കാലിഫോർണിയയെ ഈ രീതിയിൽ ചുട്ടരിക്കുന്നതെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇതേ ദൈവത്തിന് ഒരൊറ്റ നിമിഷം വിചാരിച്ചാൽ പോരെ ഇവരുടെയൊക്കെ മനസ്സിൽ ഒരു മാറ്റം, സമാധാനത്തിന്റെ ഒരു തിളക്കം ഇട്ടുകൊടുത്താൽ പോരെ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അവർ സമാധാന പ്രിയരായിക്കോളും, യുദ്ധം നിർത്തും, പരസ്പരം സ്നേഹിക്കും, തീരുമാനമാകും, എല്ലാവരും ഒരുമിച്ച് അവിടെ ജീവിക്കും. എത്ര സുന്ദരമായി നടക്കും. ദൈവം നീതിമാനായി തീരൂലേ അവിടെ? അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വേദഗ്രന്ഥങ്ങളിലും അതല്ല പറയുന്നത്. അവനവന്റെ മതം അനുസരിച്ച് ജീവിച്ചോളാനാ പറയുന്നത്. ഇവിടെ ആരാനെ ചകഞ്ഞ് നോക്കുന്നതിലുള്ള കുഴപ്പമാണ്. മറ്റുള്ളവർ തിരഞ്ഞു നോക്കി അവന്റെ കുറ്റവും കുറവും നോക്കുകയാണ്. ആ കുറ്റവും കുറവും നോക്കുമ്പോൾ ഇവിടെ ഒരു ജനത പഠിപ്പിക്കുന്ന ജൂതന്മാർ മുഴുവൻ ശത്രുക്കളാണ്, അവരെ ചത്തൊടുക്കണം, അവർ കൊന്നൊടുക്കണം. അങ്ങനെ ചിന്തിക്കുന്ന പോലെ അവർ നേരെ ഇപ്പുറത്ത് ചിന്തിക്കുന്നു, ഈ മുസ്ലിങ്ങളെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, നമ്മുടെ കൊന്നൊടുക്കാൻ വരുന്നവരാണ്, അവരെല്ലാം ചത്തൊടുങ്ങട്ടെ എന്ന് അവരും ചിന്തിക്കുന്നു. ഇവിടെ ദൈവം ഏത് പക്ഷത്ത് നിൽക്കും? അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ, അതിന്റെ പാലസ്തീനിൽ ബോംബിട്ടതായാലും ശരി, പാലസ്തീൻ തിരിച്ച് ഇസ്രായേലിലേക്ക് ബോംബിട്ടതായാലും ശരി, ഈ മിസൈൽ ഇട്ടാലും ശരി, ഇതിനെയൊക്കെ ദൈവത്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നതിന്റെ സ്ഥാനത്ത് ദൈവം ഇവിടെ ഒരു മനുഷ്യനെയും നിയന്ത്രിക്കുന്നില്ല, അഴിച്ചവിട്ട കാളകളെ പോലെയാണെന്ന് വിശ്വസിക്കുന്നത് നല്ലത്. നിങ്ങൾ നല്ലത് ചെയ്തോ? എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലപോലെ ജീവിക്കാം. നിങ്ങൾ മോശമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും. അത്ര തന്നെ ഉള്ളൂ. ഇവിടെ ദൈവം ഈ ഭൂമിയിൽ നീതി നടപ്പിലാക്കാൻ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യരുടെ മേൽ ആദ്യം തന്നെ നടപ്പിലാക്കേണ്ടിയിരുന്നത് അവരുടെ മനസ്സിലേക്ക് നന്മ ഇട്ടു കൊടുക്കലായിരുന്നു. അങ്ങനെ ഇട്ടു കൊടുത്തില്ലല്ലോ. പകരം നിങ്ങൾ അടിച്ചു തീർക്ക്. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, തോന്നിയതുപോലെ ജീവിച്ചോ എന്ന് ഇട്ടു കൊടുത്തു. ഇവിടെ അടിച്ചു തീർത്ത് നരകമാക്കുന്ന ഒരു വിഭാഗത്തിനിടയിൽ ദൈവത്തിന് എന്ത് റോള്? ഒരു റോളുമില്ല. ഇവിടെ ഒരു പ്രകൃതി ദുരന്തം വരുന്നു, അത് നിലവിലുള്ള ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ അനുസരിച്ച് അത് സ്വാഭാവികമായും പ്രകൃതിയെ അതുപോലെ തന്നെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം പ്രകൃതിക്കുണ്ട്. അത് ഡാം പൊട്ടിയതായാലും അതുപോലെ കാട്ടുതീയായാലും മറ്റെന്തെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തങ്ങളായാലും ടൊർണാഡോ ആയാലും എന്ത് തന്നെ ആയിരുന്നാലും അത് ഒരു വിഭാഗത്തെ എപ്പോഴും ഉടച്ചുകൊണ്ട് ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടിരിക്കും. അതിനെ ദൈവത്തിന്റെ ശിക്ഷാ നടപടിയിലേക്ക് വെച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യൻ ഇപ്പുറത്ത് ചെയ്യുന്ന കുറെ കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ദൈവത്തെ പങ്കാളിയാക്കുന്നു എന്നേ അക്കാര്യത്തിൽ പറയാനുള്ളൂ. സത്യത്തിൽ
ഇതും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതൊരു പ്രകൃതി ദുരന്തമാണ്. അതല്ല ദൈവശിക്ഷയായിരുന്നുവെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കുന്നവരുടെ മണ്ടയിലായിരുന്നു ആദ്യം വീഴേണ്ടിയിരുന്നത്. പക്ഷെ അവരൊക്കെ സുരക്ഷിതമായി ഇരിക്കുകയും കുറെ നിരപരാധികൾ മാത്രം കൊന്നൊടുക്കപ്പെടുകയും അല്ലെങ്കിൽ ചത്തൊടുങ്ങുകയും ചെയ്യുമ്പോൾ അതെങ്ങനെ ദൈവശിക്ഷയാകും? Different angles. Don't forget to subscribe and support this channel.